അല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ലേ? വേറെ എവിടെ പോകാനാ? വേറെ എവിടെയും പോകാൻ കഴിയില്ലല്ലോ. പോയത്തെ സ്ഥിതി ഇപ്പൊ കണ്ടല്ലോ. എന്തായിരുന്നു ഇപ്പൊ ഈ 4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൊട്ടിഘോഷിക്കപ്പെട്ടിരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ കെ.സി. വേണുഗോപാൽ ചെയ്ത കാര്യം? ഇന്ത്യയിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് മതേതര സമൂഹം, ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയെ വലിയ പ്രതീക്ഷയിലല്ലേ നെഞ്ചിലേറ്റിയിരുന്നത്? ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ ഒരു നീക്കം ഒരു പക്ഷേ എന്താ പറയുക, ഒരു സന്തോഷം, സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അവിടെ എടുത്ത തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായ നിലപാടല്ലേ ഈ 4 സംസ്ഥാനങ്ങൾ സ്വീകരിച്ചത്? എന്തായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ബേസ് എന്താണ്? അതിൻ്റെ ക്രക്സ് എന്താണ്? അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്? അന്നത്തെ തീരുമാനം എന്താ? ആ തീരുമാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ നിന്നുള്ള പ്രഖ്യാപനം, ഇനി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ ഫാസിസത്തിനെതിരെ ഒരു വോട്ടാണെങ്കിൽ ഒരു വോട്ട്, ഇവരെ എല്ലാവരെയും യോജിച്ച് നിർത്തിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ തീരുമാനമെടുത്ത് പിരിഞ്ഞ് അതിൻ്റെ ഏറ്റവും മുൻനിരക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേരെ പോയ 4 സംസ്ഥാനങ്ങളിലെടുത്ത തീരുമാനം എന്തായി? ഇപ്പോൾ ഒരു ജോഡോ യാത്ര അങ്ങോട്ട് നടത്തിയപ്പോഴേക്കും ഇവർക്ക് എന്താ പറയുക, അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചിട്ട് ഇവരെന്താ മനസ്സിലാക്കിയത്? ഒരു യാത്ര കൊണ്ട് ഈ രാജ്യമാകെ അട്ടിമറിഞ്ഞു എന്ന ധാരണയിലല്ലേ ഈ കെ.സി. വേണുഗോപാൽ മറ്റുള്ളവരും നടന്നിരുന്നത്? ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഈ കഴിഞ്ഞ 4 സംസ്ഥാനങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അതിനാരാ പാര വെച്ചത്? പാര വെക്കുന്നത് കെ.സി. വേണുഗോപാൽ. ആരാ കെ.സി. വേണുഗോപാൽ? ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയെ പോലെയുള്ള 30 സംസ്ഥാനങ്ങൾ, ഒരുപാട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ ജാതി മതങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ. എന്താണ് ഇന്ത്യ? ഇന്ത്യ ഒരക്ഷരം, മലയാളം തന്നെ മര്യാദയ്ക്ക് പറയാൻ കഴിയില്ല കെ.സി. വേണുഗോപാൽ, നമുക്കറിയാം. ഹിന്ദി ഒരക്ഷരം അറിയാത്ത, ഈ രാജ്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിൻ്റെ ദുരന്ത ഫലമാണ് ഈ അനുഭവിക്കുന്നത്. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കപിൽ സിബലിനെ പോലെയുള്ള, ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഈ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന, ഈ സമൂഹത്തെക്കുറിച്ച്, രാജ്യത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന, ലോകത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാൻ ശേഷിയുള്ള കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരെ മുഴുവൻ പടിക്ക് പുറത്താക്കി കെ.സി. വേണുഗോപാൽ. എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടും ഒരു ജോക്കി പാൻറ്റും ഇട്ട് ഈ ഇന്ത്യൻ രാഷ്ട്രീയം നയിക്കാൻ കെ.സി. വേണുഗോപാലിന്റെ കയ്യിൽ ചുക്കാൻ കൊടുത്താലുണ്ടാകുന്ന അവസ്ഥ ഇതാണ്. ഇതിലും വലിയ ദുരന്തത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. എന്ത് പ്രതീക്ഷയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇനി കോൺഗ്രസിൽ അർപ്പിക്കാനുള്ളത്? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. നിങ്ങളൊക്കെ ഈ വാഴ്ത്തുപാട്ട് പാടുമ്പോഴും അദ്ദേഹത്തെ വ്യക്തിപരമായി അനലൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈസ് ലീസ്റ്റ് ബോധേഡ് അബൌട്ട് ദ പൊളിറ്റിക്സ് ആണ്, ഒരു തർക്കമില്ല. എത്ര പ്രാവശ്യം പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കാൻ അവർ നോക്കി, ഇന്നും പ്രസിഡന്റ് അല്ലല്ലോ. അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അദ്ദേഹം വേറൊരു ലോകത്താണ്, നമുക്കറിയാം. ആ ലോകത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ് ഇവര്. എന്തിനാ? ഈ ചങ്ങാതി ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസിന് നിലനിൽപ്പേ ഇല്ല, വട്ടപൂജ്യമാണ്. നെഹ്റു കുടുംബത്തിന്റെ ഫോട്ടോ വെക്കാതെ കോൺഗ്രസിന് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് ആകെ പറയാനുള്ള ഈ നെഹ്റു കുടുംബത്തിന്റെ മേന്മയാണ്. ആ മേന്മയുടെ മോള്, അല്ലെങ്കിൽ ആ കുടുംബത്തിനോടുള്ള ആളുകൾക്കുള്ള ഒരു സെന്റിമെന്റൽ, അതല്ലാതെ എന്ത് കോൺഗ്രസ്? ആ കോൺഗ്രസിൽ ജനാധിപത്യം ഉണ്ടോ? മതേതരത്വം ഉണ്ടോ? ഈ വർഗീയ ഫാസിസത്തിനോടൊപ്പം എന്താണ് കമൽനാഥ് പറഞ്ഞത്? ഈ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 17 സിൽവറിന്റെ കട്ട ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്, അല്ലേ? ഇതല്ലേ മതേതരത്വ നിലപാട്? ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിനെ ഇവിടെ എത്തിച്ചത്. വർഗീയ ഫാസിസത്തിനെതിരെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ എത്ര ശതമാനം വോട്ടല്ലത്? 34% വോട്ടാണ് ഇന്ത്യയിലുള്ളത്. 3% NDAയുടെ വിവിധ കക്ഷികൾ കൂടുമ്പോൾ 37% വോട്ടേ ഇന്ത്യയിൽ ബി.ജെ.പിക്ക് അനുകൂലമായുള്ളൂ. ബാക്കി 63% ബി.ജെ.പിക്ക് എതിരാ. ആ 63%-നെ
യോജിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത്. അതിനെ കടക്കൽ ആദ്യം തന്നെ കത്തിവെച്ചു. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ പോയി മത്സരിക്കാനാ? കേരളത്തിലെ ജനം നമുക്കറിയാലോ, പാവങ്ങളാണ്, കുറച്ച് നല്ലവരാണ്. ആ നെഹ്റു കുടുംബത്തിനോടുള്ള ആ സെന്റിമെന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇനിയും രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഫാസിസത്തിനെതിരെ പോരാടാനാണ്. അതിന്റെ നേതാവെന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ്. ഈ ദുരന്തം നമ്മൾ കാണേണ്ടി വരും. കെ.സി. വേണുഗോപാൽ ഉണ്ടാകുന്നിടത്തോളം കാലം കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം BJPയുടെ ഏജന്റാണ് എന്ന കാര്യത്തിന് എന്നെ സംബന്ധിച്ച്, ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊരു തർക്കമില്ല. BJPക്ക് ജയിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ കൂട്ടിഘടിപ്പിക്കാതിരുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം സരിത കേസ് എന്താ സ്ഥിതി? എങ്ങനെ CBI കേസ് തള്ളിയത്? CBIയെ പോലും സ്വാധീനിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ BJPയെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തെളിവല്ലേ? ഇപ്പൊ ആ തള്ളിയ കേസ് വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പരാതി നൽകി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്കൊക്കെ വ്യക്തിപരമായി ഒരുപാട് ടാർഗറ്റുകളുണ്ട്. ഇപ്പോ നവകേരള സദസ്സ്, നമുക്കതും പറയാം. നവകേരള സദസ്സ് മാന്യമായി അല്ലെങ്കിൽ ഒരു മോശമല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനൽ മാത്രമാണ്. ഒറ്റ കാര്യം, ഇന്നത്തെ പത്രങ്ങളാണ് ഇത്: മനോരമ, മാതൃഭൂമി, മാധ്യമം, മംഗളം, ദീപിക, ചന്ദ്രിക, സുപ്രഭാതം, 8 പത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴി വാങ്ങിയതാ. ഒരു വരി പോലും ഈ നവകേരള സദസ്സിനെ കുറിച്ച് ഈ പത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആകെ സെക്രട്ടറിമാർ 50,000 കൊടുക്കണമെന്ന്, പഞ്ചായത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു എന്നൊരു വാർത്തക്കപ്പുറം ആരവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്? TV ചാനൽ അത്യാവശ്യം വരുന്നുണ്ട്, എഴുത്ത് മാധ്യമങ്ങളിൽ. TV ചാനൽ വരുന്നത് തന്നെ എന്താ? അതിന് നെഗറ്റീവ് വാർത്തകളാണ്. അപ്പം ഇത് മാന്യമായി റിപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ജനത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണോ എന്നെനിക്കറിയില്ല. ഇപ്പം നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും ആ സംഭവത്തിൽ ഇത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും ആളുകൾക്ക് കുറേ ആശ്വാസമുണ്ടെന്നും പിന്നെ അതിൽ വന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്.